10 to 15 minutes എങ്കിലും ഒരു ബ്രസ്റ്റ് സക്ക് ചെയ്തതിന് ശേഷമേ മറ്റേ ബ്രസ്റ്റ് സക്ക് ചെയ്യാവുള്ളൂ. മുലയൂട്ടുന്ന അമ്മമാരോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് അമ്മയുടെ പോസ്ചറാണ്. കംഫർട്ടബിൾ ആയിട്ട് ഒരു ചെയറിൽ ഇരുന്ന് ബാക്ക് സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിനെ ബ്രസ്റ്റിന്റെ ഒപ്പം പൊക്കി പിടിച്ച ശേഷം കുഞ്ഞിന്റെ വയറ് അമ്മയുടെ വയറിനോട് ചേർന്നിരിക്കത്തക്ക രീതിയിൽ പിടിച്ചിട്ടാണ് കുഞ്ഞിനെ മുലയൂട്ടേണ്ടത്. അല്ലാതെ മുൻപോട്ട് കുനിഞ്ഞ് കുഞ്ഞൂക്കി പിടിക്കുന്ന രീതിയിൽ ആയിരിക്കരുത്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞിന്റെ മൗത്ത് നന്നായിട്ട് തുറന്ന് നിപ്പിളിന് ചുറ്റുമുള്ള ഏരിയോള എന്ന് പറയുന്ന ഭാഗമാണ് കുഞ്ഞ് സക്ക് ചെയ്യുന്നത്. അവിടെയാണ് പാല് കൂടുതലായിട്ടും ഉള്ളത്. ഇല്ലാത്ത പക്ഷം അവിടെ നിപ്പിൾ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി ഒരു കാര്യം, ഒരു 10 to 15 minutes എങ്കിലും ഒരു ബ്രസ്റ്റ് സക്ക് ചെയ്തതിന് ശേഷമേ മറ്റേ ബ്രസ്റ്റ് സക്ക് ചെയ്യാവുള്ളൂ. കാരണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും കുഞ്ഞിന്റെ തൂക്കത്തിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഫോർ മിൽക്കും ഹൈൻ മിൽക്കും കിട്ടുന്നത് ഈ 10 to 15 minutes സക്ക് ചെയ്യുമ്പോഴാണ്. അതുപോലെ അമ്മയുടെ ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസവശേഷം മാത്രമല്ല, മുലയൂട്ടുന്ന സമയത്തും പോഷക സമൃദ്ധമായ ഭക്ഷണം അമ്മ കഴിക്കേണ്ടതുണ്ട്. അതില് പാല്, മുട്ട, മീന്, ഇലക്കറികള്, പച്ചക്കറികള്, നട്ട്സ്, ഫ്രൂട്ട്സ്, പയറുവർഗ്ഗങ്ങൾ, ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതായിരിക്കണം അമ്മയുടെ ഭക്ഷണം. അതുപോലെ തന്നെ ദിവസം ഒരു 3 ലിറ്റർ എങ്കിലും വെള്ളം അമ്മ കുടിച്ചിട്ടുണ്ടാവണം. ഇത് അമ്മയുടെ ആരോഗ്യത്തിനും പാലുണ്ടാകുന്നതിനും ഗർഭപാത്രം ചുരുങ്ങുന്നതിനെല്ലാം ആവശ്യമാണ്.